ആവശ്യങ്ങളുമായി ഗാലറി ഓഫ് നേച്ചർ കൂട്ടായ്മ സംഘടനയായി ലോഞ്ചിങ് ചെയ്തു. ഗാലറി ഓഫ് നേച്ചർ ഹ്യൂമൻ ആൻഡ് നേച്ചർ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറ്റിച്ചൽ ആർക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സുമേഷ് കോട്ടൂർ അധ്യക്ഷനായി. വിവിധ ദേശങ്ങളിലുള്ള 21 പേരടങ്ങുന്ന ഒരു സംഘടന, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഏകദേശം ഒരു വർഷം കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കുറേ പരിപാടികൾ, അതിൽ എടുത്തു പറയത്തക്ക 1-2 പരിപാടികൾ അഗസ്ത്യവനത്തിനുള്ളിൽ വനവാസി ഊരുകളിൽ ഫോറസ്റ്റിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ ഓരോ വീടുകളിൽ തോറും ചെന്ന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറ്റിച്ചൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യമായിട്ട് മിഷൻ AD എന്നൊരു പേര് നൽകി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം നടത്തി. അന്ന് അത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ ജോയിന്റ് എക്സൈസ് കമ്മീഷണറും ആയ അന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കൂട്ടായ്മ ഒരു വർഷത്തിനിപ്പുറം ഇന്നിവിടെ ഒരു സംഘടനയായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊന്നിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 21 പേര് അടങ്ങുന്ന ഒരു പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ നിന്ന് തുടങ്ങി. അതിൽ 3-1 7 പേർ സ്ത്രീകളും, അതിൽ 15 പേരെന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതിൽ 3-1 5 പേർ സ്ത്രീകളും, അതിൽ നിന്നും 9 പേരടങ്ങുന്ന ഒരു ഭാരവാഹി, അതിൽ 3-1 സ്ത്രീകളും. അതായത് മൊത്തം 3 ഘട്ടം എടുക്കാൻ വേണ്ടി 3-1 സ്ത്രീ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് നല്ലൊരു മുഹൂർത്തത്തിൽ വിഷമുണ്ടാക്കിയ ചില സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വ്യക്തമായി പറയുന്നത്, ഏറ്റവും വിഷമമുള്ളത് ഇന്ന് നമ്മുടെ ഈ ഭാരവാഹികളിൽ കുറച്ച് പേര് അഡ്വൈസറി കമ്മിറ്റി അനൗൺസ് ചെയ്യാനുണ്ടായിരുന്ന വിനോദ് വൈശാഖി സാർ എത്താത്തതാണ്. അപ്പോൾ അദ്ദേഹം എത്താത്ത കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രിയാസാം, നമ്മുടെ പ്രിയാസാമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഇന്നലെ രാത്രി വരെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് പ്രിയാസാമിനോട് വിളിച്ചറിയിച്ചത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. എന്ത് കാരണം എന്നറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചർച്ച ചെയ്ത് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. അത് അദ്ദേഹം ആയിക്കോട്ടെ, സമൂഹത്തിൽ നിൽക്കുന്നവർ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. മലയാള മിഷന്റെ രജിസ്ട്രാർ ആയിരുന്ന വിനോദ് വൈശാഖി സാർ. കോട്ടൂർ B. ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കവടിയാർ കൊട്ടാരത്തിലെ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ നിലവിളക്ക് കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജഡ്ജി AK ഗോപകുമാർ സംഘടനയുടെ പേര് അനൗൺസ് ചെയ്തു. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ D. ബാലചന്ദ്രൻ ഭാരവാഹികളെ അനൗൺസ് ചെയ്തു. വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ സുനിത MV ലോഗോ പ്രകാശനം ചെയ്തു. ഗാലറി ഓഫ് നേച്ചർ പ്രതിഭാരത്ന പുരസ്കാരം ചെങ്കൽച്ചൂളയിലെ എഴുത്തുകാരി ധനുജകുമാരിക്ക് ആദിത്യവർമ്മ നൽകി. ഇതിനോടനുബന്ധിച്ച് കുറ്റിച്ചൽ പഞ്ചായത്തിലെ 101 കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റുകൾ വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രി പ്രൊഫസർ ഡോക്ടർ ചിത്ര രാഘവൻ നിർവഹിച്ചു. കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്ക് കാട്ടാക്കട DYSP N. ഷിബു സമ്മാന വിതരണം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് രക്തദാന സമ്മതപത്രം സ്വീകരിച്ചു. തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ BL ഷിബു, ചിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ, കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് G. മണികണ്ഠൻ, RTD അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ D. അനിൽകുമാർ, കുറ്റിച്ചൽ ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു മോഹൻദാസ്, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിശാഖ്, അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ അനീഷ്, എഴുത്തുകാരി പ്രിയാശ്യാം, പാലിയേറ്റീവ് നഴ്സ് ജാസ്മിൻ റോസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു. അതിഥികൾക്കും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുത്തവർക്കും ഉൾപ്പെടെ 51 പേർക്ക് ചന്ദനമരത്തൈ നൽകി ആദരിച്ചു. ആദ്യത്തെ മേഖലയിൽ കൂട്ടായ്മയുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനൊരു പ്രകൃതിസ്നേഹിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പലകങ്ങളും ഷോളുകളിനെക്കാട്ട് ഏറ്റവും നല്ലതാണ് ഒരു വൃക്ഷത്തെ വയ്ക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മളതിൻ്റെ രാവിലെ അത് കാണുമ്പോൾ വെള്ളമൊഴിക്കാനെങ്കിലും തോന്നുമല്ലോ. ഈയിടയ്ക്ക് ഞാനും കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയ എനിക്കൊന്നൊരു കഴിഞ്ഞ കോവിഡ് സമയത്താണ് കൃഷി തുടങ്ങിയത്. ഇപ്പോൾ മെരിഞ്ഞാന്നൊരു 10-15 പാവയ്ക്ക
ഇന്നൊരു 10-12 വെണ്ടയ്ക്ക് എൻ്റെ സ്വന്തം കൃഷിയാണ്, വെളി കൊടുക്കാറൊന്നുമില്ല. എന്നാലും നമ്മൾ ദിവസം രാവിലെ എണീറ്റ് ചെരുപ്പൊന്നുമില്ലാതെ സൂര്യപ്രകാശം കൊണ്ട് ചെടികൾക്ക് വെള്ളമൊഴിക്കുക ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഇന്നത്തെ ഈ AC ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് വൈറ്റമിൻ D ഉൽപ്പാദനത്തിന് കൂടെ അതൊരു ഒരു പ്രോത്സാഹനം ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. ശരിക്കും സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം വരുന്നത്. സൂര്യപ്രകാശം കൊണ്ടില്ലെങ്കിലും വരാൻ, സൂര്യപ്രകാശം കൊണ്ടാൽ കുറച്ചുകൂടെ ഈസിയായിട്ട് വരാം. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ചികിത്സാ സഹായം വളരെ നല്ല കാര്യമാണ്. അതുപോലെ അന്നദാനം, ആഹാരം കൊടുക്കുക, ഒരാൾക്ക് അസുഖമായിട്ട് മരുന്ന് കൊടുക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പുണ്യം. ആഹാരമാണ് ഏറ്റവും വലിയതെന്ന് പറയും. എന്നുവെച്ചാൽ നമുക്ക് എത്ര കൊടുത്താലും മതി എന്ന് പറയാനുള്ള ആഹാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആഹാരവും ചികിത്സയുമാണ് ഏറ്റവും വലിയ കാര്യം.